കൂട്ടരെ, ഇടക്കാലം കൊണ്ട് ഈ വേദ നഗരത്തിൽ മുഴുവനും നമ്മുടെ സ്പീഡ് നെറ്റ്വർക്കാ ഉള്ളത്. ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എവിടെ നിന്നാണെന്നറിയില്ല. മെഗാ നെറ്റ്വർക്ക് ജാം കമ്പനി വന്നിരിക്കുന്നു. അവര് വരുന്നത് കൊണ്ട് നമ്മുടെ ബിസിനസ്സിന് ആകെ പ്രശ്നമാവുമല്ലോ. ചിലപ്പോ പകുതിയാകാനും വഴിയുണ്ട്, ഇത് മുടങ്ങിപ്പോകാനും വഴിയുണ്ട്. അവരൊക്കെ പുതിയ ടെക്നോളജി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ബിസിനസ് ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ചേർന്ന് അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയിരിക്കണം. പക്ഷെ എങ്ങനെ സാറേ, എങ്ങനെ ഇത് നിർത്താം? ഒരാളുണ്ടോ ഈ പണി ചെയ്യാനുള്ള മിടുക്കൻ. അവന്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? ജംബക് ജാവ. എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരമുണ്ട്. എന്റെ പേര് ജംബക് ജാവ. നെറ്റ്വർക്ക് മുതൽ മനുഷ്യന്റെ ശ്വാസം വരെ ഞാൻ ജാമാക്കും. ഇവൻ ഒരു 1-2 ആഴ്ചത്തേക്ക് നമ്മുടെ നെറ്റ്വർക്ക് മുഴുവനും നിശ്ചലമാക്കി ജനങ്ങളെയൊക്കെ പരിഭ്രാന്തരാക്കും. അതിന്റെ കുറ്റം മുഴുവനും കേൾക്കാൻ പോണത് ആരാണെന്നറിയോ? മെഗാ നെറ്റ്വർക്കുകാര്. അത് കഴിഞ്ഞ് അവരൊക്കെ ജയിലിൽ പോകേണ്ടി വരും. അപ്പൊ ജനങ്ങളെ വിചാരിക്കും മെഗാ നെറ്റ്വർക്ക് മുമ്പിലാകാൻ വേണ്ടി നമ്മുടെ നെറ്റ്വർക്ക് ജാമാക്കിയെന്ന്. ശരിയല്ലേ? അടിപൊളി പ്ലാൻ. അവരുടെ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിക്കും. ഹലോ സാമി, ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? സാമി എവിടെയാണ്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശരി, ആദ്യം ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്ക്. ശരിക്കും നെറ്റ്വർക്ക് കിട്ടുന്നില്ല. 1/2 കിലോ പഞ്ചസാര, 100 ഗ്രാം പച്ചമുളക്, 10 കിലോ അരി മേടിക്ക്, പിന്നെ 1 പാക്കറ്റ് ഉപ്പ്. 10 കിലോ എന്ത്? ഹലോ, പഞ്ചസാര, മുളക്, അരി, ഉപ്പ്. ഓക്കെ. ഭീംസിംഗ്, ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്ക്. ഇതെല്ലാം അകത്തേക്ക് കൊണ്ടുചെന്ന് വെക്കൂ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് വെച്ചാൽ, നീ 10 കിലോ പച്ചമുളക് എന്തിനാ വാങ്ങിയത്? പിന്നെ ഈ ഗോതമ്പ് മാവ് വെറും 100 ഗ്രാം. എന്ത്? 10 കിലോ പച്ചമുളകും ആട്ട 100 ഗ്രാമോ? ഓ, എന്താ ഇത്? കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചൂടെ നിങ്ങൾക്ക്? ഇത്രയും പച്ചമുളക് ഞാൻ എന്ത് ചെയ്യാനാ? ബാക്കി സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ സംശയം? 10 കിലോ ഉപ്പ്, 1/2 കിലോ പഞ്ചസാര. 10 കിലോ ഉപ്പോ? ഓ, ഞാൻ എന്താ ചെയ്യാ? എന്താണോ കേട്ടത് അത് കൊണ്ടുവന്നു. ഈ നെറ്റ്വർക്ക് ജാം കാരണം അങ്ങനെ സംഭവിച്ചു. ആർക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കൊള്ളാം. നെറ്റ്വർക്കിനെ കുറ്റം പറഞ്ഞാ മതി. കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചൂടെ? ഈ 10 കിലോ പച്ചമുളകും 10 കിലോ ഉപ്പും ഞാൻ എന്തോ ചെയ്യും? ഒന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഗുഡ് മോർണിംഗ് മുത്തശ്ശ. എന്തോന്ന് ഗുഡ് മോർണിംഗ്? ഈ നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം നിന്റെ മുത്തശ്ശൻ 10 കിലോ പച്ചമുളക് കൊണ്ടുവന്നു. വേദ നഗരത്തിലെ മുഴുവൻ മൊബൈൽ നെറ്റ്വർക്കും ഉടൻ തന്നെ ജാമായി കഴിഞ്ഞിരിക്കുകയാണ്. ആളുകൾ തമ്മിൽ സംസാരിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ആളുകൾക്ക് നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടി പല മണ്ടത്തരങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. കണക്ക് പ്രകാരം വേദ നഗരത്തിൽ ഇവിടെ ഇപ്പൊ ആകെയുള്ളത് 3 നെറ്റ്വർക്കുകൾ മാത്രം. അതാണെങ്കിലോ മുഴുവനായിട്ട് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ കാരണം കൊണ്ട് വേദ നഗരത്തിലുള്ള മെഗാ മൊബൈൽ കമ്പനി ശരിയായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോ ഇവിടെയുള്ള മിക്ക ആൾക്കാരും സ്പീഡ് മൊബൈൽ നെറ്റ്വർക്ക് കമ്പനി ഉപേക്ഷിച്ചിട്ട് മെഗാ നെറ്റ്വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നീണ്ട ക്യൂ തന്നെയാണുള്ളത്. ഇപ്പോ നിങ്ങൾ ഈ സംഭവം ഇവിടെയുള്ള എല്ലാ മൊബൈൽ ടവറുകളും എങ്ങനെയാണ് ഒന്നിച്ച് സ്ട്രക്ക് ആവുന്നത്? നിന്റെ മുത്തശ്ശൻ 10 കിലോ പച്ചമുളകാണ് കൊണ്ടുവന്നത്. എന്നാ ഇന്ന് മുഴുവനും നീ പച്ചമുളക് ഉണ്ടാക്കി കഴിച്ചോ? നഗരം മുഴുവനും ഒരുമിച്ച് നെറ്റ്വർക്ക് ജാം എങ്ങനെയാണ് സംഭവിക്കുക? ഈ ഏലിയനെങ്ങാനും മോളിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്യായിരിക്കുന്ന പേടി. അവർക്ക് മാത്രമേ ഒന്നിച്ച് നെറ്റ്വർക്ക് ജാം ചെയ്യാൻ പറ്റൂ. ഈ യോടിക്ക് എപ്പോഴും ഏലിയൻസിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. മൊബൈൽ ടവേഴ്സിൽ എന്തോ വലിയ ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ജാം ആവുന്നത്? ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലെ ഒന്നിച്ച് നെറ്റ്വർക്ക് പോയി. ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഞാൻ ആ നെറ്റ്വർക്ക് ജാം കണക്കാക്കാതെ ആ പോസ്റ്റിലേക്ക് വലിഞ്ഞങ്ങ് കേറി. എന്നിട്ട് മോളിലെത്തിയ ശേഷം ആ ലൂസായ വയറൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്തു. എല്ലാം ശരിയായിന്നേ. അന്ന് നാട്ടിലുള്ളവർ മുഴുവൻ എന്നെ പ്രശംസിച്ചു കീഴടക്കി. നോക്ക്, കുറച്ച് ആൾക്കാർ ടവർ റിപ്പയർ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടാവില്ലെന്നാ. പക്ഷേ ഇവിടുന്ന് കാണുന്നത് പോലെയല്ല. അവരിട്ടിരിക്കുന്ന ടീഷർട്ടില് എം എന്ന എംബലം കണ്ടില്ലേ?
പക്ഷെ ഈ ടവർ സ്പീഡ് നെറ്റ്വർക്ക് അല്ലേ? എം എന്ന് വെച്ചാൽ മെഗാ നെറ്റ്വർക്ക്. ഇപ്പോ മെഗാ നെറ്റ്വർക്ക് എന്ന ഒരു പുതിയ മൊബൈൽ കമ്പനി ഇല്ലേ, അതിന്റെ പ്രൊമോഷൻ ആണ് ഇപ്പൊ സിറ്റി മുഴുവൻ നടക്കുന്നത്. ഞാനൊന്ന് അവിടെ ചെന്ന് ചെക്ക് ചെയ്യട്ടെ. ഹലോ അങ്കിൾ, നിങ്ങൾ മെഗാ നെറ്റ്വർക്കാരല്ലേ? നിങ്ങൾ ഈ സ്പീഡ് നെറ്റ്വർക്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടേ? മര്യാദയ്ക്ക് പോയിക്കോടുന്ന. ഇതെങ്ങനെ പറക്കുന്നേ? ഓ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം നിങ്ങൾ ഇത് പറ, നിങ്ങൾ ഇവിടെ സ്പീഡ് നെറ്റ്വർക്കിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഏ കുട്ടി, മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ ശരിയാക്കും. എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ സ്പീഡ് നെറ്റ്വർക്ക് ടവറിനെ മോശമാക്കിയിട്ട് ആ നെറ്റ്വർക്ക് നിങ്ങൾ ജാം ചെയ്യുന്നു എന്നാണ്. കാരണം നിങ്ങളുടെ നെറ്റ്വർക്ക് കമ്പനിക്ക് കൂടുതൽ പണം കിട്ടാൻ. ഈ കുട്ടി ആളത്ര ശരിയല്ലെന്നാ തോന്നുന്നേ. പിടിക്കടാ അവനെ, പിടിച്ചോണ്ട് പോവാ. അവൻ അവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് നമ്മുടെ പണി തീർക്കാം. വരൂ. ക്ഷമിക്കണം, ഞാൻ എല്ലാ കാര്യവും തുറന്നു പറയാം. ലഡു സിംഗ് സാറോട് ഈ കാര്യം പറയണം. ഹലോ ലഡു സിംഗ് സാർ. ഈ ജംബക് ജാവ മനുഷ്യന്റെ ശ്വാസം മുതൽ നെറ്റ്വർക്ക് വരെ ജാമാക്കുന്നതാണ്. നിങ്ങളൊക്കെ ഒരു കുട്ടി ജാമാക്കിയോ? രസമുണ്ട്, കേക്കാൻ രസമുണ്ട്. ചെമ്പക് ബോസ്, അത് കുട്ടിയൊന്നും അല്ല. അവൻ ഒരുത്തനെ 20 ആൾക്കാരുടെ ശക്തിയാ ഉള്ളത്. പേടിക്കണ്ടെന്ന് എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഈ ജംബക് ജാവ മനുഷ്യന്റെ ശ്വാസം മുതൽ നെറ്റ്വർക്ക് വരെ ജാമാക്കുന്നവനാണ്. ഞാനില്ലെങ്കിൽ എന്താഘോഷം. നമ്മുടെ പ്ലാൻ ഫെയിൽ ആവില്ല കൂട്ടുകാരെ. ഇനിയല്ലേ പൊട്ടൽ. എല്ലാ മൊബൈലും ബ്ലാസ്റ്റ് ആവും. ഒരു 100 വൈറസ് നെറ്റ്വർക്കിൽ അങ്ങോട്ട് കേറ്റും. അങ്ങനെ എല്ലാവരുടെ ഫോണും ബ്ലാസ്റ്റ് ആവുന്നേ. ഇപ്പൊ വേദ നഗരത്തിൽ പുതിയൊരു സംഭവം രൂപം കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ശരിക്കും എന്താണ് സംഭവിച്ചത്? എന്ത്? തന്റെ ഫോണും പൊട്ടിത്തെറിച്ചെന്നോ? ഹൈ ഹൈ ഹൈ, ഇത് എത്രാമത്തെ ഫോണാ ബെല്ലടിക്കുന്നത്? അവിടെയും ഫോൺ പൊട്ടിത്തെറിച്ചെന്നോ? ഒന്ന് തെളിച്ച് പറയൂ. ഒന്ന് തെളിച്ച് പറയൂ, ഒന്നും കേൾക്കുന്നില്ല. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോളൂ, അപ്പൊ എല്ലാം ശരിയായിട്ട് കേക്കാം. സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യ. നാട് മുഴുവനുമുള്ള ആളുകളുടെ മൊബൈൽ ഫോണുകൾ പൊട്ടിപ്പോകുന്നത് കണ്ടതല്ലേ? സാർ എന്റെ മുഖത്തൊന്ന് നോക്കിന്. ഫോണ് പൊട്ടി എന്റെ മോന്തയൊക്കെ കറുത്തുപോയി. പറയണത് കേൾക്കുന്നുണ്ടല്ലോ. ഐ, നിങ്ങൾ എന്ത് മണ്ടത്രായി പറയണ്? ഫോണിൽ സംസാരിക്കുമ്പോ എങ്ങനെ ഈ ബ്ലാസ്റ്റ് ആവുക? ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ് സംസാരിക്കുന്നത്. പറയൂ. ഹലോ ഹലോ, ഇത് ആരാ? ഒന്ന് പറ. ജംപൊക്കെ ജാമോ? എന്ത്? എന്താ പറഞ്ഞ? എന്ത്? ജംപൊക്കെ ജാമറോ? ഉറക്കെ പറ എടോ, ഒച്ചത്തിൽ പറ, എനിക്കൊന്നും കേൾക്കുന്നില്ല. ലഡ്ഡു സിംഗ് ജി, ഞാൻ നെറ്റ്വർക്ക് മുതൽ മനുഷ്യന്റെ ശ്വാസം വരെ ജാമാക്കുന്നവനാണ്. ബൂം, ഇതിന്റെ അർത്ഥം എന്താണ്? ഹൈ,
എവിടെയാണ് മുമ്പിലോട്ട് പോണത്? അവിടെ നിക്കൂ. നിങ്ങൾ പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ക്യൂലാണ്. ഒന്ന് സമാധാനിക്കെന്റെ കൂട്ടരെ. ഞാനേ ഒന്നും പറയണ്ട, ഇയാളങ്ങ് പോകിന്. ഞങ്ങളാണ് ആദ്യമേ ഇവിടെ ലൈനിലുള്ളത്. ഈ ലഡ്ഡു സിംഗ് എങ്ങാട് പോയി? വിളിക്ക്. നിങ്ങള് വേണമെങ്കിൽ കണ്ണാട വെച്ചൊന്ന് നോക്ക്. ഒരു ധീരനായവൻ, നല്ല ബുദ്ധിശാലിയായവൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ലഡ്ഡു സിംഗ് ആണ് ഈ നിൽക്കുന്നത്. ആരായാലും ശരി, പോയി ലൈനിൽ നിൽക്കണോ, അല്ലെങ്കിൽ ഒരു വീക്ക് വെച്ചിട്ട് ഞാൻ. ഇടിക്ക്, അവന്റെ തലയ്ക്ക് വെള്ളം ഇടിക്ക്, ഇടിക്കടെ, ഇടിക്കടെ, നല്ലോണം ഇടിക്ക്, ഇടിക്ക്. അവൻ ഇടിച്ചിട്ട് കൊല്ല്. വെറുതെ വിടൂ, അദ്ദേഹത്തിന് തല്ലല്ലേ. ഓ, ഇത് ലഡ്ഡു സിംഗ് തന്നെയാണ്. നമ്മൾക്കെല്ലാവർക്കും തെറ്റ് പറ്റിപ്പോയല്ലോ. ബോസ്, അവനാണ് ശിവ. നല്ലൊരു സോളിഡ് ഫൈറ്റർ ആണ്. സോളിഡ് എന്ന് വെച്ചാ അടിപൊളി സോളിഡാ. സോളിഡൊക്കെ തരിപ്പണമാക്കാൻ എനിക്ക് അറിയാമടോ. ഇപ്പോഴാ ശിവയെക്കാളും നമ്മുടെ പ്ലാൻ വേണം ശ്രദ്ധിക്കാൻ. വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ മോനെ. അവരുടെ പുറകെ പോ. അവരെന്താണ് പറയുന്നെന്ന് ശ്രദ്ധിക്കേ. രേവ, വരൂ, നമുക്ക് ആ മെഗാ നെറ്റ്വർക്ക് കമ്പനിയുടെ ഓഫീസിലേക്ക് ചെല്ലാം. കൂടാതെ ലഡ്ഡു സിംഗിനെ ഈ വിവരങ്ങളൊക്കെ അറിയിക്കണം. മെഗാ നെറ്റ്വർക്കിന്റെ അവസാനം തുടങ്ങാറായി. ഈ കുട്ടി അവരെ എന്തായാലും ജയിലിലാക്കും. പിന്നെ ഈ നഗരത്തിൽ സ്പീഡ് നെറ്റ്വർക്ക് മാത്രം. ഈ ചെറിയ ജോലിക്ക് എനിക്ക് കിട്ടുന്നത് 5 കോടി രൂപയാണ്. ഞാനില്ലെങ്കിൽ പിന്നെന്താ ആഘോഷം. മെമ്പർമാർ അറിയാൻ വേണ്ടി പറയാ, നമ്മുടെ നെറ്റ്വർക്കിന്റെ ഡിമാൻഡ് ദിനം പ്രതി വർദ്ധിച്ചോണ്ടിരിക്കുക. നീണ്ട ക്യൂ നിന്ന ആൾക്കാർ നമ്മുടെ കണക്ഷൻ വാങ്ങിച്ചോണ്ടിരിക്കുന്നേ. സ്പീഡ് നെറ്റ്വർക്ക് മുഴുവനായിട്ട് തകർന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. നാട്ടുകാർ മുഴുവനും പരിഭ്രാന്തിയിലാണ്. അത് വളരെ ശരിയാ. ഇതൊരു സന്തോഷമായ കാര്യം തന്നെ. ഇനി ഈ നഗരത്തിൽ നമ്മുടെ നെറ്റ്വർക്ക് മാത്രമേ കാണൂ. സ്പീഡ് നെറ്റ്വർക്ക് ജാം അല്ല, മനഃപൂർവ്വം അത് ജാം ആക്കിയതാണ്. നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ ജനങ്ങൾ മേടിക്കാൻ വേണ്ടി. ആരാ പറഞ്ഞത്? ഇങ്ങനത്തെ കാര്യം ആരാ ചെയ്യുന്നത്? അത് നിങ്ങളല്ലേ ചെയ്തത്, അല്ലാതെ വേറെ ആരാ ചെയ്യാ? നിങ്ങളുടെ ജോലിക്കാര് മുഴുവനും ആ സ്പീഡ് നെറ്റ്വർക്ക് പോയി ചീത്തയാക്കാണ്. കാരണം അത് ജാം ആവാൻ. അല്ല, നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ സംഭവിക്കുന്നേ? സാറേ, ഞങ്ങളൊക്കെ ജോലിക്കാരാണ്. അതെ കുട്ടികളെ, നിങ്ങൾ എങ്ങനെ അകത്തേക്ക് വന്നു? ആ ബോസ്, നിങ്ങളൊന്ന് മാറി നിൽക്കൂ. ഇനി ഞാൻ നോക്കാം. ഇന്ന് ഏതായാലും നെറ്റ്വർക്ക് ശരിയാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ക്ഷമിക്കണം ബോസ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എനിക്ക് അടി മേടിക്കാൻ വയ്യ. മിസ്റ്റർ ബാട്ട്ലി വാല, നിങ്ങളുടെ ബിസിനസ് വലുതാക്കാൻ വേണ്ടി സ്പീഡ് നെറ്റ്വർക്കിനെ നശിപ്പിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് നിങ്ങളെ രണ്ടാളെയും ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്താക്കാൻ പോവാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആ ഗാർഡ്സ് ആരാണ്? ആരാ പറഞ്ഞയച്ച്? അവരെവിടുന്നാ വന്നത്? അതൊന്നും ഞങ്ങളുടെ ആൾക്കാരല്ല. ഞാൻ ഒരിക്കലും സ്പീഡ് നെറ്റ്വർക്ക് ജാമാക്കിയിട്ടില്ല. വെറുതെ എന്നെ ആരോ കുറ്റം ചുമത്തുകയാണ്. മനഃപൂർവ്വം ആരോ ചെയ്യുകയാണ്. ഇതൊക്കെ നിങ്ങൾ കോടതിയിൽ വന്ന് പറഞ്ഞാ മതി. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്നോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേ. ഹോ, എന്തായാലും പ്രോബ്ലം ഒക്കെ സോൾവ് ആയല്ലോ. ഇനി നെറ്റ്വർക്ക് ശരിയാവുന്ന തോന്നുന്നത്. എന്തോ എനിക്കൊരു കാര്യം തോന്നുന്നത്, ശരിക്കും ബാറ്റ്ലിവാല തെറ്റുകാരനല്ല എന്നാണ്. അതായത് ആ ജോലിക്കാരൊക്കെ അകത്ത് വന്നപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ആ ജോലിക്കാരി ഇദ്ദേഹത്തിന്റെതല്ല. ഇങ്ങനെയും ആവാമല്ലോ. അതായത് സ്പീഡ് നെറ്റ്വർക്ക് സ്വന്തം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവര് നെറ്റ്വർക്ക് ആരംഭിക്കുന്ന മുമ്പ് തന്നെ അടച്ചുപൊട്ടിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ, ചിലപ്പോ ആൾക്കാരൊക്കെ ഇയാളുടേതാണെങ്കിലോ. ഇനിയിപ്പോ ഇത് സ്പീഡ് നെറ്റ്വർക്കാരുടെ പണിയായിരിക്കാം. വരൂ, ഈ കാര്യം നമുക്ക് സ്പീഡ് നെറ്റ്വർക്കിന്റെ ഓഫീസിലേക്ക് ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ലഡ്ഡു സിംഗിനെയും കൂടെ കൂട്ടിക്കൊണ്ടു പോവാം.
അടിപൊളിയായിട്ടുണ്ട് ജമ്പക് ജവ. എത്ര നന്നായിട്ടും വേഗത്തിലോ നീ നിന്റെ ജോലി ചെയ്ത് തീർത്തത്. നേര് പറഞ്ഞാ എന്നെ ആരും സംശയിക്കില്ല. ഇനി ഈ നഗരത്തിൽ നമ്മുടെ നെറ്റ്വർക്ക് മാത്രമേ ഉണ്ടാവൂ. സർ, ജമ്പക് ജാവ നെറ്റ്വർക്ക് മാത്രമല്ല മനുഷ്യന്റെ ശ്വാസം വരെ ജാമാക്കുന്നവനാണ്. എന്തായാലും ഐഡിയ കൊള്ളാം, പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ആവില്ല. കാരണം എല്ലാ കള്ളിയും വലിച്ചു തായി. ഇത് ആ കുട്ടിയല്ലേ? എല്ലാ സ്ഥലത്തും വരൂ ഇവൻ. ഇവനെ ഇന്ന് ഞാൻ എന്നെ കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വേഗം വന്ന് പിടിക്കവനെ. ടെൻ ടെടേ. Hands up! You are under arrest. ശിവ, വളരെ നന്നായി. താങ്ക് യു വെരി മച്ച് ശിവ. നീ കാരണം ഒരു നിരപരാധി ഇപ്പൊ ജയിലിൽ പോകാതെയായി. താങ്ക് യു ശിവ. മിസ്റ്റർ ബാട്ട്ലി വാലയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. ഒരു കുട്ടി എന്റെ ജീവിതം തകിടം മറിച്ചു കളഞ്ഞു. എന്റെ കരിയർ തന്നെ ഇവൻ ജാമാക്കി.